നമുക്ക് പ്രാർത്ഥിക്കാം. Father God, we just thank you for this opportunity you have given us to come into your presence. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ അങ്ങ് തന്നിരിക്കുന്ന ഈ പദവിക്കായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയേറ്റുന്നു. Lord, we don't take anything for granted. Lord, we know that there are lots who don't have this opportunity, and we give you thanks for this opportunity. അനേകർക്ക് ഈ അവസരം ലഭിച്ചിട്ടില്ല. ഞങ്ങൾ ഏറ്റുപറയുന്ന കർത്താവേ, മുമ്പോട്ടുള്ള കർത്താവെ, അങ്ങയുടെ മുമ്പാകെ വന്ന് അങ്ങേ ആരാധിപ്പാനുള്ള പദവിക്കായിട്ട് ഞങ്ങൾ അങ്ങേ നന്ദി കരയേറ്റുന്നു. We thank you for all the healing and deliverance that has flowed into our midst. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് പകർന്നു തന്നിരിക്കുന്ന എല്ലാ വിടുതലിനായിട്ടും ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയേറ്റുന്നു. Lord, anoint me, anoint all my brethren that we might receive from you. കർത്താവേ, ഞങ്ങൾ ഓരോരുത്തരും അങ്ങയിൽ നിന്ന് പ്രാപിപ്പാനായിട്ട് അങ്ങ് അഭിഷേകം ചെയ്യണമേ. Lord, that we might be able to walk with you in a more effective way, Lord. ഫലപ്രദമായ രീതിയിൽ അങ്ങയുടെ കൂടെ നടക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. We place everything into your mighty hands in Jesus' name. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ സകലവും അങ്ങയുടെ കയ്യിലേക്ക് പരമേൽപ്പിക്കുന്നു. ആമേൻ. Amen. Good afternoon. Good afternoon. Okay. Today I want to talk about a very simple, common topic, but a very important topic. വളരെ ലളിതമായതും പക്ഷേ വളരെ ഗൗരവമേറുമായിട്ടുള്ള ഒരു സന്ദേശമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപാകെ വെക്കുന്നത്. And that topic is the importance of praise. സ്തുതിയുടെ, കർത്താവിനെ സ്തുതിക്കുന്നതിന്റെ പ്രാധാന്യം ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. I was looking through the Bible when I was initially preparing, I was looking for references. ഞാൻ മെസ്സേജ് തയ്യാറാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ചില വേദഭാഗങ്ങൾ ഞാൻ തിരയുമായിരുന്നു. Then I stopped because there was too many. കാരണം ദൈവത്തിൻ്റെ വചനത്തിൽ അധികം സ്തുതിക്കുന്നതിനെ കുറിച്ച് അധികം വേദവാക്യങ്ങളുണ്ട്. Okay, so we'll be looking at a few. അതുകൊണ്ട് കുറച്ച് വാക്യങ്ങൾ നമ്മൾ നോക്കുന്നതായിരിക്കും. Okay, so what is praise? What is praise? സ്തുതി എന്ന് പറഞ്ഞാൽ എന്തുവാണ്? So praise is approval or admiration for someone or something. ആരെയെങ്കിലും നമ്മൾ കൂടുതലായിട്ട് അവരുടെ നന്മകൾ നമ്മൾ പ്രകീർത്തിക്കുവാണെങ്കിൽ, അതിനെക്കുറിച്ച് നമ്മൾ പുകഴുവാണെങ്കിൽ, അതാണ് സ്തുതി എന്ന് പറയുന്നത്. So this I opened the dictionary and it's a simple English dictionary meaning, not Greek meaning. It's a simple English meaning. ഇത് ഇംഗ്ലീഷിലുള്ള ഒരു ഡിക്ഷണറി മീനിങ് മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുൻപാകെ വയ്ക്കുന്നത്. Okay, how many of you like cricket? നിങ്ങൾ എത്ര പേർക്ക് ക്രിക്കറ്റ് ഇഷ്ടമാണ്? യൂത്ത് പിള്ളേർക്കൊന്നും ഇഷ്ടമല്ലേ ക്രിക്കറ്റ്? അവർക്ക് കൈ അത്ര പൊക്കിയില്ലെന്നേ ഉള്ളൂ. John? Okay. So I'm just trying to lighten things up. Okay. So how many of you saw the? I'm not saying you have to, but recently India went to Australia and played a series. ഈയിടെ ഇന്ത്യ ഓസ്ട്രേലിയ പോയി ഒരു സീരീസ് കളിച്ചായിരുന്നു. So and it was a very. I'm not a big cricket fan, but I like to watch highlights. ഞാൻ സാധാരണ ക്രിക്കറ്റ് മുഴുവൻ കാണത്തില്ലെങ്കിലും അതിൻ്റെ പ്രാധാന്യമേറിയ ഹൈലൈറ്റ്സ് മാത്രം കാണാറുണ്ട്. So in the first test, India was thrashed. ആദ്യത്തെ ടെസ്റ്റിൽ, ആദ്യത്തെ മാച്ചിൽ ഇന്ത്യ ഒരു അടിച്ച് ശരിയാക്കി. Then I understand in the second test many people became injured. രണ്ടാമത്തെ ടെസ്റ്റിൽ അനേകർക്ക് ശരീരത്തിൽ അപായമൊക്കെ ഉണ്ടായി. Virat Kohli's wife had a delivery, so he had to come back. വിരാട് കോഹ്ലിക്ക് തിരികെ വരേണ്ടി വന്നു, ഭാര്യയുടെ പ്രസവത്തിന്റെ സമയത്ത്. So lot of people who they practiced with had to play in the match. People B plus, I think it's called B plus, had to play the match. അവിടുത്തെ ആദ്യത്തെ 11 പേരിൽ അല്ലാത്ത അടങ്ങിയിരുന്ന ചില ആൾക്കാരും മാച്ചിൽ കളിക്കേണ്ടിയായിട്ട് വന്ന പലരും ഇഞ്ചേർഡ് ആയതുകൊണ്ട്. And they did really well. അത് കഴിഞ്ഞിട്ട് അവർ വളരെ നല്ലതായിട്ട് കളിച്ചു. So everybody was praising them, all the those who follow Rishabh Pant and Pooja, everybody is praising all these people who batted well. They did really well. കളിച്ച് നല്ലതായിട്ട് കളിച്ചവരെ എല്ലാവരും സ്തുതിച്ചു പുകഴ്ത്തിക്കൊണ്ടിരുന്നു. Even what they thought will become a draw became a win for India. നമ്മൾ തീർച്ചയായിട്ടും ജയിക്കത്തില്ല എന്ന് ചിന്തിച്ചിരുന്ന ഒരു കളി നമ്മൾ ജയിച്ചു. So the important thing is that, and even their people, the Australian commentators were also praising India. ഓസ്ട്രേലിയയിൽ നിന്നുള്ള ആൾക്കാർ തന്നെ ഇന്ത്യൻ ടീമിനെ പുകഴ്ത്തി.
So here so it is in our nature. We praise, we like to praise. Somebody is deserving of praise, we praise them. We say, oh, fantastic, it's a great guy. Oh, he did really well. He got first in the exam. Oh, he came first in the 100-meter race. Wow, fantastic. He really worked hard and he did well. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനസ്സിൽ തന്നെ ഇങ്ങനെയൊരു ചിന്തയുണ്ട്, നല്ലതായിട്ട് എന്തെങ്കിലും ഒരാൾ ചെയ്താൽ ആ വ്യക്തിയെ നമ്മൾ പുകഴ്ത്തണം. So God, so let's look at, now when we come to church, as a man of God once said, we don't leave our mind outside and come to church. ഒരു പുരുഷൻ ഇങ്ങനെ ഒരിക്കൽ പറയുകയുണ്ടായി, നമ്മൾ സഭാ കൂട്ടത്തിൽ കടന്നു വരുന്നുടനെ അല്ലെങ്കിൽ ആരാധിപ്പാൻ കടന്നു വരുന്നുടനെ നമ്മുടെ മനസ്സെടുത്ത് വെളിയിൽ വെച്ചിട്ടല്ല നമ്മൾ അകത്ത് വരുന്നത്. We come to church with our mind. നമ്മൾ ചിന്താമണ്ഡലവും എല്ലാം വഹിച്ചുകൊണ്ടാണ് നമ്മൾ ചർച്ച് ബിൽഡിങ്ങിലേക്ക് വരുന്നത്. So Sujit brother, why should we praise God? എന്തുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കണം? Isn't those people, they are big, they praise God. That church, they praise God. ആ സഭയിൽ അവരെ എല്ലാവരും ശബ്ദം ഉയർത്തി ദൈവത്തെ സ്തുതിക്കാറുണ്ട്. Here no, here we are very dignified. നമ്മളിവിടെ അങ്ങനെയൊന്നും വഴിവിട്ട് ദൈവത്തെ സ്തുതിക്കുകയോ ശബ്ദം ഉണ്ടാക്കുകയോ ചെയ്യുന്ന ആൾക്കാരല്ല. So let's look what the Bible says. പക്ഷെ നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ വചനം എന്താണ് പറയുന്നതെന്ന് നോക്കാം. So why should we praise God? എന്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണം? So Anita sister, Psalm 34:1. സങ്കീർത്തനം 34-ന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. I will bless the Lord at all times, his praise shall continually be in my mouth. Here David was sitting and saying, I will bless the Lord at all times, not just good times, but at all times. ഇവിടെ ദാവീദ് സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ നല്ല കാലങ്ങളിൽ മാത്രമല്ല എപ്പോഴും യഹോവയെ വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു. David was in trouble lots of times, not mainly from enemies, but from people inside Israel itself. Saul, from his sons, lot of problems he had. പലപ്പോഴും ദാവീദ് പ്രശ്നങ്ങളിൽ കൂടി കടന്നുപോയി. വെളിയിൽ നിന്നുള്ള ശത്രുക്കളിൽ നിന്ന് മാത്രമല്ല, ഇസ്രായേൽ രാജ്യത്തിലുള്ള ശൗൽ രാജാവിൽ നിന്ന്, തൻ്റെ പുത്രന്മാരിൽ നിന്ന് അനേക പ്രാവശ്യം ദാവീദ് പ്രശ്നത്തിൽ കൂടി കടന്നുപോയ ഒരാളാണ്. So praising the Lord is actually a command. അങ്ങനെ അനുഭവിച്ച ആ വ്യക്തി നമ്മളോട് പറയുന്നു, സ്തുതിക്കുന്നത് ഒരു ആജ്ഞയാണ്. Let's look at another command. Psalm 156, 150 verse 6. 156-ാം വാക്യം. ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ, യഹോവയെ സ്തുതിപ്പിൻ. Let everything that has breath praise the Lord. ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. Okay, how many those who have breath, raise your hand. ജീവനുള്ളവരൊക്കെയും കൈയൊന്ന് പൊക്കിയാട്ടെ. എത്ര പേരുടെ ജീവനുള്ളവരുണ്ട്? Good. Okay. The command of God is that let everything that has breath praise the Lord. ദൈവത്തിന്റെ ആജ്ഞ ഇതാണ്, ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. We heard Sunil brother sharing. His commandments are not burdensome. സുനിൽ ബ്രദർ വചനം പങ്കുവെച്ചപ്പോൾ പറഞ്ഞു, അവന്റെ കൽപ്പനകൾ ഭാരമുള്ളതല്ല. What God is telling us is not burdensome. ദൈവം നമ്മളോട് ചെയ്യാൻ പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളല്ല. There are simple things, there are things which some may not be able to do, which grace is granted, but I don't think to praise the Lord requires Herculean effort. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ ദൈവം തൻ്റെ കൃപ നമുക്ക് തരും. പക്ഷേ ദൈവം നമ്മളോട് പറയുന്ന കാര്യങ്ങൾ അസാധ്യമായ കാര്യങ്ങളാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. Okay, but when we praise the Lord, it isn't purely out of emotion. We have to understand why do we have to praise this God? നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വികാരങ്ങൾ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല. നമ്മൾ എന്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണം എന്നുള്ളത് നമ്മൾ ഒന്ന് കാണാം. I'm not praising God because I like the tune of the music, but I'm praising God because of the fact of what the song is singing. ഞാൻ സ്തുതിയുടെ ഒരു പാട്ട് പാടുന്നുണ്ട്, അതിൻ്റെ ട്യൂൺ ഇഷ്ടപ്പെട്ടതുകൊണ്ട്, അതിൻ്റെ താളവും ഈണവും ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമല്ല ഞാൻ പാടുന്നത് ആ പാട്ടിനകത്ത് അടങ്ങിയിരിക്കുന്ന സത്യങ്ങളെ യാഥാർത്ഥ്യമായതുകൊണ്ട്, അത് സത്യമായതുകൊണ്ട് ആണ് ഞാൻ ആ പാട്ട് പാടുന്നത്. God will give a good tune also, but the primary thing is
what is the song speaking about? ഒരു പക്ഷേ ദൈവം നല്ലൊരു ട്യൂൺ താളോ ഈണോ അതിനെ തന്നിരിക്കും. പക്ഷേ പ്രാഥമികമായിട്ട് എന്തുവാണ് ആ പാട്ട് പറയുന്നത്, അതിൻ്റെ സത്യം എന്തുവാണ് എന്നുള്ളതാണ്. Okay, so shall we just look at, I just took Psalm, just take a Psalm 145. ഞാൻ 145 ഒരു സങ്കീർത്തനം ഞാൻ തിരഞ്ഞെടുത്തു. 145 നമ്മൾ ആ സങ്കീർത്തനത്തിലേക്ക് ഒന്ന് നോക്കാം. Okay, I'm looking at verses. There are thousands of verses. I'm just taking 3 verses. ആയിരക്കണക്കിന് വേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞ സങ്കീർത്തനങ്ങളിലും വചനത്തിൽ നോക്കുന്നുണ്ടെങ്കിൽ ഒത്തിരി വാക്യങ്ങളുണ്ട് എന്തുകൊണ്ട് നമ്മൾ സ്തുതിക്കണമെന്ന്. ഞങ്ങൾ ഇവിടെ 145 കുറേ വാക്യങ്ങൾ നമ്മൾ നോക്കാം. The Lord is gracious and merciful. Which verse? 8, verse 8. 8-ാം വാക്യം. യഹോവ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയും ഉള്ളവൻ. See, God is gracious. He is a merciful God. ദൈവം കൃപ നിറഞ്ഞവനാണ്, കരുണ നിറഞ്ഞവനാണ്. He does not deal with us according to what we deserve. നമ്മൾ അർഹിക്കുന്നത് പോലെ നമ്മളോട് പെരുമാറുന്നവനല്ല ദൈവം. When we think about just think, you really need to reflect and think about it. When we consider what we have done, what we sometimes do, God doesn't deal with us in accordance with what we have done. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കാട്ടെ, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ദൈവത്തിന് മുമ്പാകെ ശരിയാണോ? പക്ഷെ നമ്മൾ ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകുന്നു, നമ്മൾ അറിയിക്കുന്നത് രീതിയിൽ ദൈവം നമ്മളോട് പെരുമാറുന്നില്ല, കരുണയിലും കൃപയിലുമാണ് പെരുമാറുന്നത്. I am an object of His mercy. ഞാൻ ദൈവത്തിൻ്റെ കരുണയുടെ ഒരു പാത്രമാണ്. And he's a God who he's a God who is slow to anger. അവൻ പെട്ടെന്ന് കോപിക്കുന്നവനല്ല. I mean, I don't know about you, but I'm a person who is quick to anger. നിങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല, ഞാൻ പെട്ടെന്ന് കോപിക്കുന്ന ഒരു വ്യക്തിയാണ്. And he is great in loving kindness. അവൻ്റെ ദയ വലുതായിരിക്കുന്നു. But God is so merciful. Isn't that worthy of worship and praise? ദൈവം കരുണ നിറഞ്ഞവനാണ്. അത് ദൈവത്തിൻ്റെ സ്തുതിക്കും ദൈവത്തെ പുകഴ്ത്തുവാനും അത് നല്ലൊരു കാരണമല്ലേ? Verse 9 says, the Lord is good to all, His mercies are over all His works. യഹോവ എല്ലാവർക്കും നല്ലവൻ, അവൻ്റെ സകല പ്രവർത്തികളോടും അവന് കരുണ തോന്നുന്നു. I was watching some program on National Geographic, and it is amazing to see even nature, how God has provided for all His living creatures, all the birds on the cliff, how the birds provide food for their youngs on the cliff. It is amazing. ഞാൻ നാഷണൽ ജോഗ്രാഫിയിലെ ഒരു പ്രോഗ്രാം കാണുമായിരുന്നു. അവിടെ സൃഷ്ടിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർ വിവരിക്കുന്ന ഒരു ചാനലാണത്. ഞാൻ അതിശയപ്പെട്ടു, ദൈവം എങ്ങനെ ഓരോ പറവകൾക്കും ആ മലമുകളിൽ കൂടുകെട്ടുന്ന പക്ഷികൾക്കൊക്കെ എങ്ങനെ ദൈവം അവയെ കാക്കുന്നു, അവയെങ്ങനെ അത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ഒരുക്കുന്നു എന്നുള്ള കാര്യമൊക്കെ ഞാൻ കണ്ട് ഞാനങ്ങ് അതിശയിച്ചു പോയി. So there's thousands of verses. Now let's go to some other verses that is very applicable to us. നമുക്ക് അനുയോജ്യമായ ചില പ്രസക്തിയുള്ള ചില വാക്യങ്ങൾ നമ്മൾ നോക്കാം. So we praise God because it's a command. നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത് ഒന്ന്, അതൊരു ആജ്ഞയാണ്. We praise God because there are reasons to praise Him. നമ്മൾ എന്തിനു ദൈവത്തെ സ്തുതിക്കുന്നു? കാരണം ദൈവത്തെ സ്തുതിപ്പാൻ കാരണങ്ങളുണ്ട്. He has caused us to be born again. അവൻ നമ്മളെ വീണ്ടും ജനിപ്പിച്ചു. We were all, I don't know about you, but I was going my own way. നിങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല, പക്ഷെ ഞാൻ എൻ്റെ സ്വന്തം വഴിയിൽ മറുതലിപ്പിൽ പോവായിരുന്നു. I met a person, a man who advised me to buy a Bible. I took that Bible. I went to the men's hostel when I was a medical student, and I met with the Lord during the medical strike. I don't know if you remember the homeopathy, Ayurveda, that strike many years back. I met the Lord during the time of the strike. There was nobody with me. I met the Lord in my room in the hostel. ഞാൻ ഈ ക്രിസ്തീയ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ ഒരു ദൈവമനുഷ്യനെ കണ്ടുമുട്ടാനിടയായി. അദ്ദേഹം ഒരു പ്രത്യേക ഒരു ബൈബിൾ, ഒരു സ്റ്റഡി ബൈബിൾ വാങ്ങിക്കാൻ എന്നോട് പറഞ്ഞു. ഞാൻ ആ ബൈബിൾ എടുത്ത് അന്ന് ക്ലാസ്സില്ലാതെ സ്ട്രൈക്ക് ഉണ്ടായിരുന്ന ഒരു സമയത്ത് ഞാൻ തനിയെ എൻ്റെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ ഇരുന്ന് ദൈവത്തിൻ്റെ വചനം വായിച്ചപ്പോൾ ദൈവം എന്നെ തൻ്റെ കൃപയാൽ കണ്ടുമുട്ടി. So He has redeemed He caused us to be born again. He has redeemed us with the blood of His Son. നമ്മളെ ഓരോരുത്തരെയും വ്യത്യസ്തമായ രീതിയിൽ തൻ്റെ പുത്രന്റെ രക്തത്താൽ അവൻ വിടുവിച്ചു. So when you
you know, I'm sure all of you have donated blood. I think most of you might have donated blood once or twice. നിങ്ങൾ അനേകരും രക്തദാനം ചെയ്ത് കാണുമല്ലോ. Okay, so you have gone, you lie there, you give 1 pint of blood. നിങ്ങൾ അവിടെ കിടന്ന് നിങ്ങളുടെ കൈ നീട്ടി അവിടെ നിന്ന് രക്തം എടുക്കുന്നു. Okay, and then the person who you give blood is very grateful to you. Normally, when we were students, we are given, they will take you and buy you a masala dosha and a coffee. സാധാരണ രക്തം കൊടുക്കുന്നുണ്ട്, അവർ വളരെ നന്ദിയുള്ളവരാണ്. ഞങ്ങൾ സ്റ്റുഡൻസ് ആയിരുന്നപ്പോൾ കൊടുത്തിട്ടുള്ളപ്പോൾ ചിലപ്പം ഞങ്ങൾക്ക് ഒരു മസാല ദോശയോ കാപ്പിയോ ഒക്കെ വാങ്ങിച്ചു തരുമായിരുന്നു. But if somebody comes and tells me, Brother Sujit, can you give us 2 liters of blood, 2 liters? ആരെങ്കിലും വന്ന് നമ്മളോട് ചോദിക്കുവാണ്, സുജിത്തെ 2 ലിറ്റർ രക്തം തരാമോ? I'll tell them, I don't love you so much. ഞാൻ പറഞ്ഞത് എനിക്ക് അത്രമാത്രം സ്നേഹമില്ല നിങ്ങൾ. But Jesus loved us so much that he shed every drop in his body for us. പക്ഷെ കർത്താവ് നമ്മളെ ഇത്രമാത്രം സ്നേഹിച്ച് തൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന ഓരോ തുള്ളിയും അവസാന തുള്ളി വരെ നമുക്ക് വേണ്ടി യാഗമായി അർപ്പിച്ചു. Suffered all the ridicule. He was completely innocent, suffered all the ridicule for us. അവൻ പൂർണ്ണമായിട്ട് നിരപരാധി ആയിരുന്നെങ്കിലും നമുക്ക് വേണ്ടി അവൻ അത്രമാത്രം പ്രയാസങ്ങളും കഷ്ടതയും അനുഭവിച്ചു. I think that is a good enough reason to praise the Lord. ആ ഒറ്റയൊരു കാരണത്താൽ നമുക്ക് കർത്താവിനെ എപ്പോഴും സ്തുതിക്കാൻ വകയുണ്ട്. So we praise the Lord because it's a command. ദൈവത്തിന്റെ ഒരു കൽപ്പനയായതുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നു. And we praise the Lord because there are thousands of reasons to praise the Lord. അങ്ങനെ ആയിരക്കണക്കിന് കാരണങ്ങളുണ്ട് നമ്മൾ ചിന്തിച്ചു നോക്കുവാണെങ്കിൽ ദൈവത്തെ സ്തുതിപ്പാനായിട്ട്. So but obviously we have to pray to the Lord that your eyes are open to these facts. പക്ഷേ സാധാരണ നമ്മളിത് കാണാത്ത എന്തുകൊണ്ട് നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടുന്നില്ല, നമ്മളിത് കാണുന്നില്ല ഈ കാര്യങ്ങൾ. അതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ കണ്ണുകൾ അങ്ങ് തുറന്നു തരണമേ ഈ കാര്യങ്ങൾ കാണുക. When the teaching comes, these things will come to us. പഠിപ്പീര് വരുന്നുണ്ട്. സാധാരണ ദൈവം തൻ്റെ ആത്മാവിൽ കൂടി ഈ കാര്യങ്ങൾ നമുക്ക് കണ്ണ് തുറന്നു തരും. Okay, so what happens when we praise him? നമ്മൾ കർത്താവിനെ സ്തുതിക്കുന്നുണ്ട്, എന്ത് നടക്കും? So when you go to a house, okay, when you go to a house, if you come to my house, when you want to suppose you want to visit me, you have to first come and you have to open the gate, yeah, and then you have to come to the door and ring the bell, and then I'll open the door. ആരുടെയെങ്കിലും വീട്ടിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ, ഉദാഹരണത്തിന് എൻ്റെ വീട്ടിൽ വരുവാണെങ്കിൽ, നിങ്ങൾ വന്ന് ഗേറ്റ് തുറന്ന് അകത്ത് കിടക്കണം. പിന്നെ വന്ന് കഥകിൽ അവിടെ ഉണ്ടായിരുന്ന ബെല്ലൊന്ന് നമുക്ക് ആരെങ്കിലും വന്ന് കഥ തുറക്കുന്നുണ്ടേ, അങ്ങനെയാണ് നമ്മൾ അകത്തോട്ട് കയറുന്നത്. And then you come in and then we talk and have tea or whatever. So നിങ്ങൾ അകത്ത് പ്രവേശിച്ചു കഴിഞ്ഞ് നമ്മൾ കൂട്ടായ്മ ആചരിക്കുന്നു. Similarly, when we come, Psalm 100, can please read Psalm 100 verse 4? 100 സങ്കീർത്തനം 4 വാക്യം ഒന്ന് വായിക്കുവാണെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുന്നതിനെ കുറിച്ച് അവിടെ പറയുന്നു. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ. We can enter into his presence. We enter into his presence with thanksgiving. നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നുണ്ട്, നന്ദിയോടെ ആണ് നമ്മൾ കടന്നു വരേണ്ടത്. We enter, sorry, I'll be more specific. We enter his gates with thanksgiving and we enter his courts with praise. അവന്റെ വാതിലുകളിൽ നന്ദിയോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുന്നു. We cannot enter any other way. വേറെ ഒരു വഴിയും വേറെ ഒരു രീതിയിലും അവന്റെ അടുക്കൽ വരാൻ പറ്റത്തില്ല. That is the prescribed way. ഇതാണ് ദൈവം നമുക്ക് തന്നിട്ടുള്ള വഴി. That is, it's a fantastic way. That is the way. I mean, you cannot go go glum. Oh, I'm angry with you. I'm angry with everybody. Oh, I'm completely depressed. Why God? I hate all this. You cannot go to God like that. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നു, എങ്ങനെയാണെങ്കിലും ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു ചെല്ലാമെന്ന്. അങ്ങനെ നമ്മൾ ദൈവത്തോട് കുറ്റം പറഞ്ഞുകൊണ്ട് ഒരു പിറുപിറുപ്പോടെ മുഖം വീർപ്പിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു ചെല്ലാൻ പറ്റത്തില്ല. We cannot come in church. I'm not talking about church. I'm talking about how we should be at home also. Primarily how we should be at home. ഞാൻ ഇവിടെ കൂടി വരുമ്പോൾ നിങ്ങളുടെ മനോഭാവം എങ്ങനെയായിരിക്കണമെന്ന് മാത്രമല്ല ഞാൻ പറയുന്നത്. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നുണ്ട്. അത് വീട്ടിലാണെങ്കിലും നിങ്ങൾ തന്നെയാണെങ്കിലും നമ്മുടെ മനസ്സും നമ്മുടെ ആത്മാവും ഒരുക്കി ഒരു പ്രത്യേക രീതിയിലാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരേണ്ടത്. Unless we praise and worship at home, we cannot praise and worship in the church. ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ഭവനങ്ങളിൽ ദൈവത്തെ സ്തുതിക്കുന്നില്ല എങ്കിൽ ഇവിടെ വന്ന് ദൈവത്തെ സ്തുതിക്കാൻ പറ്റത്തില്ല.
So, and you praise and worship more effectively if you praise and worship at home. ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് നേരായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ആരാധിക്കുകയും ചെയ്യണമെങ്കിൽ നിങ്ങൾ വീട്ടിൽ അത് ചെയ്ത് പരിശീലിക്കുകയാണെങ്കിൽ, അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇവിടെ വന്ന് ഫലപ്രദമായി നിങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കാനും സ്തുതിക്കാനും So, പറ്റും. when we enter into His presence, when we come with praise and thanksgiving, നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടക്കുന്നുണ്ട്, സ്തോത്രത്തോടും സ്തുതിയോടും കൂടെ കടക്കുന്നു. Psalm 22:3. 22-ാം സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യം, ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ നീ പരിശുദ്ധനുവല്ലോ. God is enthroned upon the praises of His people. ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനാണ്. When we are all praising and worshiping God, God comes down. God is enthroned in the praises of His people. ദൈവത്തിൻ്റെ ജനം ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നുണ്ട്. ദൈവം ആ സ്ഥലത്തേക്ക് കടന്നു വരുന്നു. കാരണം ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനാണ്. I'm not talking about few people on the stage praising and when this whole room, everybody is praising and worshiping, it is a different experience altogether. മുമ്പിൽ നിന്ന് 3-4 പേര് പാടുകയും അവർ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. സഭ മുഴുവനായിട്ട് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ ചെയ്യുന്നുടനെ അവിടെ വേറെ ഒരു അനുഭവമാണ്. So when we praise God, we enter His presence. When we praise God, He comes down. നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലുന്നു. നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്, ദൈവം ആ ജനത്തിൻ്റെ നടുവിലുണ്ട്. I'm going to read Psalm 147. Don't read, Anita. I'm going to read from, it's called the Passion Translation. Okay? So this is how it says in English. Maybe you can translate in Malayalam. No? Very difficult. Huh? Okay. Okay, it says, Hallelujah, praise the Lord. ഹല്ലേലൂയ, ദൈവത്തെ സ്തുതിക്കുക. How beautiful is it when we sing praises to the beautiful God. ഈ അതിമനോഹരനായ ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. എത്ര നല്ലൊരു കാര്യമാണ്. For praise makes you lovely before Him. കാരണം സ്തുതി നമ്മളെ ദൈവത്തിൻ്റെ മുൻപാകെ അത്യാക്ഷരമാക്കുകയും. ഓക്കെ ഇത് വായിച്ചാടാ ഇത് വായിക്കാം. You just read it for full. For praise makes you lovely before Him and brings Him great delight. നമ്മുടെ ദൈവത്തിനെ സ്തുതിക്കുന്നത് എത്ര മനോഹരമാണ്. അത് നിങ്ങളെ ദൈവ മുമ്പാകെ അത്യാകർഷകമാക്കുകയും ദൈവത്തിന് ആഹ്ലാദം കൊണ്ടുവരികയും ചെയ്യുന്നു. Praise makes you lovely before Him and brings Him great delight. That's for you. അത് നിങ്ങളെ ദൈവ മുൻപാകെ അത്യാകർഷകമാക്കുകയും ദൈവത്തിന് ആഹ്ലാദം കൊണ്ടുവരികയും ചെയ്യും. Okay, so when we praise Him, we can only enter His presence with praise and thanksgiving. When we praise God and give God glory, God descends, and then when we praise God, we bring Him great delight. And also, I'm coming to the next reason why. What happens when we praise Him? So we know if we look at Acts 16:25. Ippam vaikunda Anita one second. So Paul and Silas, Paul heard the voice to go to Macedonia. നമ്മൾ ഇപ്പോൾ Or rather, God told Paul and Silas to go to Macedonia. നമ്മളിപ്പോൾ സ്തുതിക്കുന്നുണ്ട് എന്ത് നടക്കും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. അവസാനമായിട്ട് നമ്മൾ കണ്ടത്, നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നുടനെ ദൈവം അതിൽ ദൈവത്തിന് പ്രസാദം കൊണ്ടുവരുന്നു. ഇപ്പോൾ നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിലെ ഒരു അവസ്ഥയിൽ ഒരു സംഭവത്തിലേക്ക് കടക്കുവാണ്. ദൈവം പൗലോസിനെ മക്കെദോനിയ സ്ഥലത്തേക്ക് കടന്നു ചെല്ലുവാൻ ഒരു ദർശനത്തിൽ കൂടെ പറഞ്ഞു. So Paul and Silas went to Philippi, which is a leading city in Macedonia. മക്കെദോനിയയിലെ ഒരു പട്ടണമായ ഫിലിപ്പയിലേക്ക് അവർ കടന്നു ചെന്നു. And they were preaching the word. അവർ ദൈവത്തിന്റെ വചനം ഘോഷിക്കുകയായിരുന്നു. And there was a woman there who was, there was a slave girl there who was actually a demon-possessed girl. അശുദ്ധാത്മാവ് ബാധിച്ച ഒരു പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്നു ഫിലിപ്പായി So പട്ടണത്തിൽ. wherever they went, she was going with them and saying, "These are men of God. These are men of God."
പിന്നെ ഈ പൗലോസും ശീലാസും പോകുന്നിടത്തൊക്കെ ഈ പെൺകുട്ടി അവരെ അനുഗമിച്ച് ഇങ്ങനെ ഉറക്കെ വിളിച്ചുകൊണ്ട് നടന്നു, ഇവർ ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവത്തിൻ്റെ വൃതന്മാരാണ്, ഇവർ ദൈവത്തിൻ്റെ വൃതന്മാരാണ്. And the word of God says this went on for a few days. ഇത് കുറേ നാൾ ഇങ്ങനെ മുമ്പോട്ട് പോയെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. But Paul, at one point, Paul was irritated and said, commanded the spirit to come out of the girl. പൗലോസിന് ഇത്രമാത്രം ദേഷ്യം വന്ന് ആ അശുദ്ധാത്മാവ് ആ കുട്ടിയിൽ നിന്ന് വെളിയിൽ വരാൻ കൽപ്പിച്ചു. And this girl was being used by many people to make money. അവളിൽ ഉണ്ടായിരുന്ന ഈ ആത്മാവിൽ കൂടി ആ കുട്ടിയെ അനേകര് പണം കിട്ടുവാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. And they got very angry and they brought Paul and Silas before the magistrates and they were beaten up and put in jail. ആ കുട്ടിയെ അവരെ അധികാരികളുടെ മുൻപാകെ കൊണ്ടുവരികയും ദണ്ഡിപ്പിക്കുകയും കാരാഗൃഹത്തിലിടുകയും ചെയ്തു. Now God told Paul and Silas to go to the city. ദൈവമാണ് മക്കെദോനിയയിലും ഈ പട്ടണങ്ങളിലൊക്കെ പോകാൻ പൗലോസിനോടൊക്കെ പറഞ്ഞത്. They obeyed God. ദൈവത്തെ അനുസരിച്ചു. But they got beaten up. അവരുടെ അനുസരണം മൂലം അവര് ഉപദ്രവം അനുഭവിക്കേണ്ടി വന്നു. They got beaten up for the sake of Christ. കർത്താവിന് വേണ്ടി അവര് ഉപദ്രവം സഹിക്കേണ്ടി വന്നു. They were put in prison. ഒരു കാരാഗൃഹത്തിൽ അവരെ ആക്കി. Okay. Anta eppam vaichu? Acts 16:25. 16:25 അപ്പോസ്തലപ്രവൃത്തികൾ 16:25 വായിച്ചാട്ടെ. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. മുമ്പോട്ട്. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി, എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. കാരാഗൃഹ പ്രമാണി ഉറക്കമുണർന്ന് കാരാഗൃഹത്തിന്റെ വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് ചങ്ങലക്കാർ ഓടിപ്പൊയ്ക്കളഞ്ഞു എന്ന് ഊഹിച്ച് വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചു. അപ്പോൾ പൗലോസ്, നിനക്ക് ഒരു ദോഷവും ചെയ്യരുത്, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞു. Thank you. See, Paul and Silas went into prison for they didn't steal or murder or anything. They went to prison for preaching, for obeying the Lord. പൗലോസും ശീലാസും തെറ്റിയതുകൊണ്ടല്ല കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടത്, പക്ഷേ കർത്താവിനെ കുറിച്ച് സുവിശേഷം പ്രസംഗിച്ചതുകൊണ്ട് അവരെ കാരാഗൃഹത്തിൽ അവരടച്ചു. They were so full of the Lord, they were, even at midnight, they were singing praises to God. അവിടെ ഹൃദയത്തിൽ കർത്താവ് ഇത്രമാത്രം നിറഞ്ഞിരുന്നുകൊണ്ട്, കർത്താവിൽ അവർ ഇത്രമാത്രം ആ പുതിയ ജീവനിലായിരുന്നുകൊണ്ട് പാതിരാത്രിയിലും അവർ ദൈവത്തിന് സ്തുതി പാടിക്കൊണ്ടിരുന്നു. Must have been very uncomfortable. Bad jails, dark, dingy, deep dungeon. They were in stocks, from what I understand. അവര് ആമത്തിലായിരുന്നു. അങ്ങനെ ഇരിക്കുന്നത് അത്ര വലിയ സുഖകരമായ ഒരു അനുഭവമല്ല, വല്ലാത്തൊരു സ്ഥലമായിരുന്നായിരിക്കണം. പക്ഷേ അവര് ദൈവത്തെ സ്തുതിക്കുകയാണ്. But they were praising and worshipping. The prisoners were listening to what they were singing. അവരെ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ അവർ പാടുന്നത് കേട്ടുകൊണ്ടിരുന്നതായിരിക്കും. A very special earthquake happened. പക്ഷേ വളരെ രസകരമായ ഒരു ഭൂകമ്പം അവിടെ ഉണ്ടാകുന്നു. Where earthquake that happened, the doors were opened. കതകുകളൊക്കെ തുറന്നു. Chains were broken. ചങ്ങലകൾ പൊട്ടുന്നു. Roof did not come down. പക്ഷേ മേൽക്കൂര താഴെ വീഴുന്നില്ല. And nobody escaped also. ആരും ഓടിപ്പോയതുമില്ല. So it's a special earthquake. ഒരു രീതി നോക്കുവാണെങ്കിൽ they were praising God and God came down. ഒരു രീതി നമ്മൾ പറയുവാണെങ്കിൽ അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു, ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഇറങ്ങി. Their physical shackles were broken. അവിടെ ശാരീരികമായ ചങ്ങലകളൊക്കെ പൊട്ടി. But they were so in the presence of God, nobody ran out. ഇതാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റി, നമുക്ക് ഓടാം. ഇല്ല, they stayed there. They were so in the presence of God. കാരാഗൃഹത്തിലുണ്ടായിരുന്ന മറ്റു തടവുകാരും വെളിയിലോട്ട് ഓടുന്നില്ല. കാരണം ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഇറങ്ങി വന്ന് കാണണം, അല്ലെങ്കിൽ ഇറങ്ങി ഓടിക്കാണും. The jailer was about to kill himself. കാരണം ആളുകളെല്ലാം ഓടിപ്പോയെന്ന് വിചാരിച്ച് ജയിലർ തന്നെത്താൻ കൊല്ലാൻ പോകായിരുന്നു. Paul says, no, don't kill yourself, we are all here. പൗലോസ് ഉടനെ പറയുന്നു, അപായം വരുത്തരുത്, ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. I don't think Paul and Silas were singing to be freed from prison. I think they were singing because they were full of Lord. They were just full of thanksgiving.
അവരെ പാടിയതുകൊണ്ട് അവരുടെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിക്കപ്പെടുമെന്ന് ചിന്തിച്ചുകൊണ്ട് പൗലോസ് പാടിയാന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. പക്ഷെ ദൈവത്താൽ നിറയപ്പെട്ട ദൈവത്തിൻ്റെ ജീവനിൽ അവർ നിറഞ്ഞതുകൊണ്ട് അവർ പാടി. And that effect, after effect of praise and worship, the shackles were broken. അതിൻ്റെ പരിണിത ഫലമായിട്ട് അവരുടെ കൈകളിലെ ചങ്ങലകളെല്ലാം പൊട്ടിപ്പോയി. Okay, so what happens when we praise him? One, we enter his courts with praise, we enter his presence, God comes down, shackles is broken, and this praise brings him great delight. സോ നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നുണ്ടെങ്കിൽ എന്ത് പറ്റുന്നു? ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ വരുന്നു, അത് ഒരു ആജ്ഞ ആയതുകൊണ്ട് നമ്മൾ ചെയ്യുന്നു, ചങ്ങലകൾ പൊട്ടുന്നു, ദൈവത്തിന് വലിയ മഹത്വം കൊണ്ടുവരുന്നു. So let's look at what has the effect of praise on the enemy. നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നുണ്ടേ ശത്രുവിനെ എന്ത് സംഭവിക്കുന്നു? So let's I'm going to give you I'm not going to ask Anita വായിക്കണ്ടേ ഇപ്പം. Second, I'm going to read about it when you go home. 2 Chronicles 20, I'm going to give you the context. 2 ദിനവൃത്താന്തത്തിൻ്റെ 20-ാം അധ്യായത്തിൽ അതിൻ്റെ പശ്ചാത്തലം ഞാൻ നിങ്ങൾക്കൊന്ന് വിവരിക്കട്ടെ. അതിപ്പം വായിക്കാൻ നമ്മൾ സമയമെടുക്കുന്നില്ല. See, when there were three nations actually, Moab, Ammon, and Mount Seir. These are 3 nations that God did not allow Israel to attack when they came out of Egypt to the promised land. മിസ്രൈമിൽ നിന്ന് അവർ വെളിയിൽ വന്നപ്പോൾ ദൈവമായ യഹോവ 3 അമോൻ, മോഹാബ്, മൗണ്ട് സീർ ഇങ്ങനെ 3 സ്ഥലങ്ങളിൽ പാർത്ത ആൾക്കാരെ എതിരെ അവർ യുദ്ധം ചെയ്യുവാൻ യഹോവ ഇസ്രായേൽ മക്കൾക്ക് അനുവാദം കൊടുത്തില്ല. But they came to attack Judah. They came to attack Judah. പക്ഷേ ഇവിടെ അതെല്ലാം കഴിഞ്ഞിട്ട് വർഷങ്ങൾക്ക് ശേഷം അവർ യൂദ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ കടന്നു വരുന്നു. Verse 3 says this big army came. Verse 3 says that Jehoshaphat was afraid and turned to the Lord. 20-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്നത് അവർ വന്നപ്പോൾ യഹോശഫാത്ത് ഭയപ്പെട്ടു. Judah also turned to the Lord. It's a fantastic. They all turned to God. യഹൂദ രാഷ്ട്രം മുഴുവനായിട്ട്, അന്ന് 2 രാഷ്ട്രമുണ്ട്, ഇസ്രായേലും യഹൂദയും. യഹൂദ രാഷ്ട്രം മുഴുവനായിട്ട് ദൈവത്തിലേക്ക് തിരിയുകയും ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തതായിട്ട്. And there were prophets in their midst. അവരുടെ ഇടയിൽ പ്രവാചകന്മാരുണ്ടായിരുന്നു. And verse 14, the word of the Lord came through a prophet, and he says that the battle belongs to the Lord. Stand and see the salvation of God. 15-ാം വാക്യത്തിൽ നമ്മൾ നോക്കുന്നു, ദൈവത്തിന്റെ ഒരു പ്രവാചകനിൽ നിന്ന് ഒരു വാക്യം വരുന്നു, യുദ്ധം യഹോവയ്ക്കുള്ളത് എന്ന് നമ്മൾ കാണുന്നു. And God tells them, gives them a strategy and tells them what to do. ദൈവം അവരോട് ഒരു തന്ത്രം അവരോട് പറഞ്ഞു കൊടുക്കുന്നു, എങ്ങനെ അവർ യുദ്ധം ചെയ്യണമെന്നും എങ്ങനെ അവർ മുമ്പോട്ട് പോകണമെന്നും. Anita, verse 19 to 23. 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. കെഹാത്യരും കോരഹ്യരുമായ ലേവ്യർ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ അത്യുച്ചത്തിൽ സ്തുതിപ്പാൻ എഴുന്നേറ്റു. പിന്നെ അവർ അതികാലത്ത് എഴുന്നേറ്റ് തെക്കോവ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. അവർ പുറപ്പെട്ടപ്പോൾ യഹോശാഫാത്ത് നിന്നുകൊണ്ട്, യഹൂദ്യരും യെരൂശലേം നിവാസികളുമായുള്ളവരെ, എൻ്റെ വാക്ക് കേൾപ്പിൻ, നിങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും. അവൻ്റെ പ്രവാചകന്മാരെയും വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾ കൃതാർത്ഥരാകും എന്ന് പറഞ്ഞു. പിന്നെ അവൻ ജനത്തോട് ആലോചിച്ചിട്ട് വിശുദ്ധാലങ്കാരം ധരിച്ച് സൈന്യത്തിന് മുൻപിൽ നടന്നുകൊണ്ട് വാഴ്ത്തുവാനും യഹോവയെ സ്തുതിപ്പിൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതല്ലോ എന്ന് ചൊല്ലുവാനും യഹോവയ്ക്ക് സംഗീതക്കാരെ നിയമിച്ചു. അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ യഹോവ യഹൂദായ്ക്ക് വിരോധമായി വന്ന അമ്മോന്യരുടെയും മോവാബ്യരുടെയും സേയീർ പർവ്വതക്കാരുടെയും നേരെ പതിയിരിപ്പുകാരെ വരുത്തി. അങ്ങനെ അവർ തോറ്റുപോയി. 23 വായിച്ചാണ്. 23. അമ്മോന്യരും മോവാബ്യരും സേയീർ പർവ്വത നിവാസികളോട് എതിർത്ത് അവരെ നിർമൂലമാക്കി നശിപ്പിച്ചു. സേയീർ നിവാസികളെ സംഹരിച്ച ശേഷം അവർ അന്യോന്യം നശിപ്പിച്ചു. Okay, verse 19 says the Levites praised the Lord with a very loud voice. 19-ാം വാക്യം നമ്മൾ കാണുന്നത് ലേവ്യരും കോരഹ്യരുമായ ഒരു അത്യുച്ചത്തിൽ സ്തുതിപ്പാൻ എഴുന്നേറ്റു. Okay, we are Revelation says we are a royal priesthood.
ദൈവത്തിന്റെ വചനം പറയും നമ്മൾ രാജകീയ പുരോഹിത വർഗമാണ്. There isn't a Levite. There aren't some people, some Kupayat alkar in the front. No. We are all, if you look like, we are the people with the Kupaya, all of us. We are the royal priesthood. അതിനുവേണ്ടി പ്രത്യേകമായിട്ട് മാറ്റപ്പെട്ട ആൾക്കാരൊന്നുമില്ല. ദൈവത്തെ സ്തുതിപ്പാനായിട്ട് പുതിയ നിയമത്തിൽ നമ്മളെല്ലാവരും രാജകീയ പുരോഹിത വർഗമാണ്. They were going and praising God. This is a battle, okay? They were obviously there in army, but there is also a band, a group of Levites sitting and praising God. And നിങ്ങൾ ഓർക്കണം, ഇതൊരു യുദ്ധമാണ്. നേരായിട്ടും ആളുകളെ കൊല്ലുന്ന ഒരു യുദ്ധം. ആ യുദ്ധത്തിനിടയിൽ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു കൂട്ടം ജനത്തെ മുമ്പിൽ നിർത്തി അവർ ദൈവത്തെ സ്തുതിക്കുന്നു. Verse 22 says, when they began singing and praising, the Lord set ambushes against the enemy. അവർ പാടാനും സ്തുതിക്കാനും തുടങ്ങിയപ്പോൾ പതിയിപ്പുകാരെ ആക്കി വെച്ചു. ദൈവം അവരുടെ ഇടയിൽ അവർ തമ്മിൽ അടിക്കുവാൻ അവരെ ഒരുക്കി. So I just look at the converse. ഇതിങ്ങനെ നടന്നില്ലായിരുന്നെങ്കിൽ എന്ത് നടന്നേനെ? Suppose they did not turn to God. ഒരു പക്ഷേ അവർ ദൈവത്തിലേക്ക് തിരിഞ്ഞില്ലായിരുന്നെങ്കിൽ, suppose they did not praise and worship, അവർ ദൈവത്തെ സ്തുതിച്ചില്ലായിരുന്നെങ്കിൽ what would have happened? എന്ത് നടന്നേനെ എന്ന് ചിന്തിച്ച്. I think that they would have lost. They would have failed. They would have been defeated in the war. എനിക്ക് തോന്നുന്നത് അവര് ദൈവത്തിന്റെ ആലോചന സ്വീകരിക്കാതെ അവർ സ്വന്തം വഴി നടന്നായിരുന്നെങ്കിൽ അവർ തോറ്റുപോയി. So when God tells us to, when God is commanding us and encouraging us to give him praise, we need to do it. ദൈവം നമ്മളോട് പ്രോത്സാഹിപ്പിക്കുകയും ദൈവം നമുക്ക് ദൈവത്തെ സ്തുതിപ്പാനും നമ്മൾക്ക് കൽപ്പന ആജ്ഞയും തരുന്നുണ്ടെങ്കിൽ നമ്മൾ അത് അനുസരിക്കണം, നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. And you will experience the deliverance that comes with it. അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവം നമുക്ക് തരുന്ന വിടുതൽ നമ്മൾ അനുഭവിക്കും. See, I just give an example. In my life, ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു ഉദാഹരണം തരട്ടെ. Yeah, many years ago, when there used to be Charalkund conference. വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങളെല്ലാവരും സഭയിലുള്ള എല്ലാവരും നമ്മൾ ചരൽക്കുന്ന് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് എല്ലാ വർഷവും ഒരു കോൺഫറൻസിന് പോകും. Lot of people used to gather. It was a fantastic time. അവിടെ അനേകർ കൂടുമായിരുന്നു. നമ്മുടെ സഭയിൽ നിന്ന് മാത്രമല്ല, അത് നല്ലൊരു സമയമായിരുന്നു. I was in a very bad mood that day when we were ഒരു പ്രാവശ്യം ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിയിൽ ഞാനൊരു വല്ലാത്ത മൂഡിലായിരുന്നു. I was thinking, oh God, I think I've made some wrong decisions. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നുകൊണ്ട് ഞാനിങ്ങനെ ചിന്തിച്ച്, കർത്താവേ, ഞാൻ തെറ്റായ തീരുമാനങ്ങൾ എടുത്തല്ലോ. I was getting angry with my family members who were sitting in the car. കാറിലുണ്ടായിരുന്ന എൻ്റെ കുടുംബത്തിലുള്ള അംഗങ്ങളോട് ഞാനങ്ങ് ദേഷ്യപ്പെട്ട്. No, I did not use bad words, but you can make an atmosphere bad. You know what I mean? പക്ഷെ ഒരു സാഹചര്യം നമ്മൾ വല്ലാത്ത ഒരു രീതിയിലാക്കാം. And I was angry, and then as we were approaching Charalkund, I was thinking, my God, this is going to look embarrassing also, because I'm in a mess. ഞാൻ ചരൽക്കുന്ന് അടുക്കും തോറും ഞാൻ പറഞ്ഞു, കർത്താവേ, ഇത് വല്ലാത്ത ഒരു അവസ്ഥയാകുമല്ലോ. ഞാൻ അവിടെ ചെല്ലുന്നതോടെ എല്ലാവർക്കും മനസ്സിലാവും ഞാൻ ശരിയല്ല എൻ്റെ മനസ്സിൽ. And you all know, those who have come to Charalkund, you know when you're coming up the thing and you're coming to the hall, obviously that meeting has started and everybody was in the hall and we were coming there, and then I got out and I said a quick prayer. Lord, forgive me, Lord. Cleanse me, Lord. Quick prayer. ഞാൻ അവിടെ ചെന്ന് ചരൽക്കുന്നിലെത്തിയപ്പം കാറിൽ നിന്ന് ഇറങ്ങി അപ്പോഴത്തേക്ക് മീറ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞു. ആദ്യത്തെ മീറ്റിംഗ് ഞാൻ പെട്ടെന്നൊരു എമർജൻസി പ്രാർത്ഥനയും, കർത്താവേ എന്നെ ക്ഷമിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിച്ചു. So I walked into the hall and praise God, the man of God, Pastor Benny, was leading the worship. ഞാൻ അവിടെ ചെന്നപ്പോൾ ദൈവത്തിൻ്റെ പുരുഷനായ ബെന്നി അവിടെ അന്ന് ആരാധന നയിക്കുമായിരുന്നു. They were worshiping God. അവര് ഒരു ഇതുമില്ലാതെ ഒരു വിട്ടുവീഴ്ചയില്ല, ദൈവത്തെ They were just worshiping, and when I went there, I knew I've entered into the presence of God. Their God was there. അവർ ഇത്രമാത്രം ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിലേക്ക് ഞാൻ കടന്നു ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ദൈവത്തിന്റെ സന്നിധിയിലാണ്. So I went there and first I was in a little bit of shock. And then next 5 minutes, next 2 or 3 minutes, I did some heavy
for repentance. ആദ്യം ഞാനൊരു ഷോക്കിലായിരുന്നു. പിന്നെ ഒരു കുറച്ച് നിമിഷങ്ങൾ ഞാൻ നേരായിട്ടും ദൈവത്തിന് മുമ്പാകെ അനുദപിച്ചു. Forgive me for all my thoughts, and forgive me for all my words, and forgive me for defiling everybody around me. Forgive me, Lord. കർത്താവെ, എന്നെ ക്ഷമിക്കണമേ, കാരണം ഞാൻ സംസാരിക്കരുതാത്ത വാക്കുകൾ സംസാരിച്ചു. എൻ്റെ അടുത്തുള്ള ആൾക്കാരെ ഞാൻ മലിനമാക്കി. എൻ്റെ കൂടെ യാത്ര ചെയ്തവരെ, കർത്താവെ, ഞാൻ എൻ്റെ ഹൃദയം ഒട്ടും ശരിയല്ലായിരുന്നു. കർത്താവെ, അങ്ങനെ ക്ഷമിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. And God washed me. ദൈവനെ കഴുകി. And I started worshiping the Lord there. അവിടെ ഞാൻ എൻ്റെ ഹൃദയം ശരിയാക്കിയപ്പോൾ എനിക്ക് ദൈവത്തെ ആരാധിപ്പാൻ സാധിച്ചു. So I was affected by the enemy, but when I repented and turned to the Lord, God delivered me and made me able to continue to worship Him. ശത്രു എന്നെ സ്വാധീനിച്ചായിരുന്നു. പക്ഷേ ഞാൻ ദൈവത്തിലേക്ക് തിരിഞ്ഞ് അനുദപിച്ച് ദൈവത്തിൻ്റെ മുൻപാകെ എന്നെ തന്നെ താഴ്ത്തിയപ്പോൾ ദൈവം എന്നെ കഴുകുകയും ഞാൻ ദൈവത്തെ ആരാധിപ്പാനും സാധിച്ചു. Okay, so let's look at the dangers of not worshiping God. ദൈവത്തെ നമ്മൾ ആരാധിച്ചില്ലെങ്കിൽ നടക്കാവുന്ന ആപത്ത്. Okay, and I put one more thing. Dangers of not praising and also ridiculing those who praise God. സ്തുതിക്കാതിരിക്കുകയോ ദൈവത്തെ സ്തുതിക്കുന്നവരെ പരിഹസിക്കുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ. So first let's look at dangers of not praising God. ദൈവത്തെ സ്തുതിക്കാതിരിക്കുമ്പോൾ ഇത് നടക്കുന്നു. If you look at Romans 1:21 on the വാക്യം. റോമർ 1:20-21. അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. Okay, so Romans 1 is a great chapter. There's a lot of things in Romans 1, but you see that those who did not acknowledge God and those who did not believe God, you see what happens, how the mind is darkened. And one of the primary reasons for the mind being darkened is because they did not give thanks to honor Him as God or give thanks. റോമർ 1-ാം അനേക സത്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. പക്ഷേ നമ്മൾ 1-ാം 21 വാക്യം നോക്കുന്നുണ്ടെങ്കിൽ അത് താഴോട്ട് നമ്മൾ വായിക്കുന്നത് നമുക്ക് മനസ്സിലാവും. അവരുടെ മനസ്സ് ഇരുണ്ടു പോകുന്നു. പക്ഷേ മനസ്സ് ഇരുണ്ടു പോകുന്നതിൻ്റെ കാരണമായിട്ട് നമ്മൾ 21 വാക്യത്തിൽ കാണുന്നത് അവർ ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവത്തെ സ്തുതിക്കുകയോ അവന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതിരുന്നത് കൊണ്ടാണ്. Because creation itself speaks about God. കാരണം സൃഷ്ടി തന്നെ ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നു. So this is a warning to give praise to the Lord. It's a warning to. Now I know there's thanks, there's praise, there's worship. All are different, but if you take a collective entity, it is giving thanks and praise to the Lord. സ്തുതി, സ്തോത്രം, ആരാധന, നന്ദി കരയറ്റുന്നത്, ഇതെല്ലാം വ്യത്യസ്തമായ ഘടകങ്ങളുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇതെല്ലാം കൂടി ഒരുമിച്ചെടുക്കുവാണെങ്കിൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പക്ഷെ നന്ദി കരയറ്റുകയും ദൈവത്തെ സ്തുതിക്കുകയും. പക്ഷേ ഈ റോമർ 1:21 നമ്മൾ കാണുന്നത് ഒരു മുന്നറിയിപ്പാണ്. നമ്മൾ ദൈവത്തെ സ്തുതിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് ഭവിക്കാൻ സാധ്യതയുണ്ട്. So if we don't praise God, our minds will be darkened. നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയും അവന് നന്ദി കരയറ്റുകയും ചെയ്തില്ലെങ്കിൽ നമ്മുടെ മനസ്സ് ഇരുണ്ടു പോകും. Even for a born again Christian, you can say that is for unbelievers, but even for a born again Christian, if we are not in a place of thanks, we are in a dangerous place. നമ്മൾ ഒരുപക്ഷെ ഇപ്പം ഇങ്ങനെ പറയാം, റോമർ 1 അവിശ്വാസികൾക്ക് അല്ലെങ്കിൽ കർത്താവിനെ അറിയാത്തവർക്കാണ് എന്ന് നമ്മൾ പറഞ്ഞേക്കാം. പക്ഷേ ഒരു വിശ്വാസിക്കും ദൈവത്തെ നമ്മൾ സ്തുതിച്ചില്ലെങ്കിൽ നമ്മൾ ഒരു അപകടകരമായ ഒരു അവസ്ഥയിലാണ്. I'm going to talk about Deuteronomy. Let me give context and we'll read the verse. Before Israel went into the promised land, Moses gave a sermon to Israel and told them about you'll be blessed if you do this. You'll be cursed if you do this. He was warning them, telling them what to do, how to behave, how to live when they go into the promised land. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് വാഗ്ദത്ത നാട്ടിലേക്ക് കടന്നു ചെല്ലുന്ന ഇസ്രായേൽ മക്കളോട് അവർ കടന്നു ചെല്ലുന്നതിന് തൊട്ടു മുമ്പേ, താൻ മരിക്കുന്നതിന് തൊട്ടു മുമ്പേ മോശെ അവരോട് പ്രസംഗിക്കുന്നു, അവർക്കൊരു വചനം കൊടുക്കുന്നു. അതാണ് ഇതിന് ഡ്യൂട്രോണമി, ആവർത്തന പുസ്തകം. അതുകൊണ്ട് അവിടെ മോശെ അവരോട് 2 കാര്യങ്ങൾ പറയുന്നു. ദൈവത്തെ അനുസരിച്ചാൽ ചില കാര്യങ്ങൾ നടക്കും,
ദൈവത്തെ അനുസരിച്ചില്ലെങ്കിൽ ചില കാര്യങ്ങൾ നടക്കും. ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മോശെ അവരോട് ദൈവത്തിൻ്റെ വചനം പറയുന്നു. So it's Deuteronomy 28:47. അവിടെ ദൈവത്തെ അനുസരിച്ചില്ലെങ്കിൽ എന്ത് നടക്കുമെന്നുള്ളതാണ് പറയുന്നത്. സകല വസ്തുക്കളുടെയും സമൃദ്ധി ഹേതുവായിട്ട് നിന്റെ ദൈവമായ യഹോവയെ നീ ഉന്മേഷത്തോടും നല്ല ഹൃദയ സന്തോഷത്തോടും കൂടെ സേവിക്കായിക കൊണ്ട് യഹോവ നിന്റെ നേരെ അയക്കുന്ന ശത്രുക്കളെ നീ വിശപ്പോടും ദാഹത്തോടും നഗ്നതയോടും എല്ലാ ഞെരുക്കത്തോടും കൂടെ സേവിക്കും. So see, giving thanks is not a, oh brother, come on, it's not a very important thing. There's a more, give me something more spiritual to do. Give me something more profound. What is it? Thanks. Everybody's giving thanks. I thank everybody for everything. Thank you, thank you, thank you. It's a very important thing to give thanks to the Lord. It's God takes it that God places great importance to it. പലരും ഇങ്ങനെ പറഞ്ഞേക്കാം, ഈ നന്ദി പറയുന്നത് എന്താ ഇത്ര വലിയ കാര്യമാക്കുന്നത്? എല്ലാവരും ലോകത്തിൽ എല്ലാവരും നന്ദി പറയുന്നുള്ളൂ. ഞാനും നന്ദി പറയാറുണ്ട്. എന്താ ആരെങ്കിലും എന്തായാലും തന്നാൽ നന്ദി പറയും. സഹോദര, എനിക്ക് കുറച്ചുകൂടെ ആഴമേറിയ എന്തെങ്കിലും ആത്മീയ കാര്യങ്ങൾ പറഞ്ഞു തരിക. ഞാൻ നിങ്ങളോട് പറയട്ടെ, നന്ദി പറയുക എന്നുള്ളത് ആഴമേറിയ ഒരു യാഥാർത്ഥ്യമാണ്. നന്ദി പറയുക എന്നുള്ളത് ദൈവം നമ്മളോട് കൽപ്പിക്കുന്നു, ആജ്ഞാപിക്കുന്നുമായിട്ടുള്ളൊരു കാര്യമാണ്. See, God here says, look at this. It says, because you did not serve the Lord your God with joy and a glad heart, for the abundance of all things, you shall serve your enemies whom the Lord will send against you. നിങ്ങൾക്ക് സമൃദ്ധിയായി ദൈവം നിങ്ങൾക്ക് തന്ന കാര്യങ്ങൾ നിമിത്തം നിങ്ങൾ സന്തോഷമുള്ളവരായി നന്ദി പറയാഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെ സേവിക്കുമെന്ന് ദൈവം പറയുന്നു. God is, it's almost like a prophecy. Actually, it came to pass later on. ഒരു രീതി നോക്കുവാണെങ്കിൽ ഇതൊരു പ്രവചനമാണ്. കാരണം ദൈവം തന്നെ പറയുന്നതാണ്, തീർച്ചയായിട്ടും നടക്കും. അത് പിന്നെ നടന്നു. We need to be people who thank God. We have got so many, we can be thankful for so many things. I can tell you, for anything, whatever you have. Maybe you think, oh, I have only a bike. I don't have a car. I'm not walking in perfect health yet. I've got a shoulder pain. Or I've you know what, I don't have this much money in my account. Look at that person, he has so much money. Be thankful for what you have. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് മറ്റുള്ളവരോട് നമ്മുടെ ജീവിതം താരതമ്യപ്പെടുത്തി നമ്മൾ പറഞ്ഞേക്കാം, എനിക്കൊരു ബൈക്കേ ഉള്ളൂ, അദ്ദേഹത്തിനോട് കാറുണ്ട്, അദ്ദേഹത്തിന് ഇത്രയും കാശുണ്ട്, എനിക്ക് ഇത്രയേ ഉള്ളൂ, എനിക്ക് പൂർണ്ണ ആരോഗ്യമില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്കുള്ളത് എന്താണോ അതിനു വേണ്ടി ദൈവത്തിന് നന്ദി കരയിറ്റിക്കാട്ടെ. I can tell you one thing. You can thank God. All of us can thank God. Lord, thank you that I don't have corona infection at the moment. Hallelujah. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പറയാൻ പറ്റും, കർത്താവേ, എനിക്ക് കൊറോണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Those of us who had corona infection, Lord, thank you that you delivered me completely and I'm now, hallelujah, I'm here. Thank you, Lord. കൊറോണ ഉണ്ടായിരുന്നവരിങ്ങനെ പറയാം, കർത്താവേ, എന്നെ പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുത്തിയോണ്ട് നന്ദി, ഞാൻ ഇവിടെ ഇപ്പോൾ ആരാധിക്കാൻ കടന്നു വരാൻ സാധിച്ചല്ലോ. I'm just saying, we can find something to give thanks to God for. Start there. നമുക്ക് എന്തിനു വേണ്ടി ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ അവിടെ തുടങ്ങിക്കാട്ടെ. Okay, now let's look at the I am telling you, it's also dangerous to look down on people who praise God. ദൈവത്തെ സ്തുതിക്കുന്നവരെ പുച്ഛത്തോടെ നമ്മൾ നോക്കുന്നതും വളരെ അപകടകരമായ കാര്യമാണ്. Okay, I don't have to read because I'm a bit short of time. If those who want to look it up can look it up later. 2 Samuel 6:16 and 2 Samuel 6:20 to 23. ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് നമ്മളിത് വായിക്കാൻ പോകുന്നില്ല. പക്ഷേ 2 സാമുവേൽ 6:16 20 തൊട്ട് 23 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ പിന്നെ ചെന്ന് വായിക്കാം വീട്ടിൽ. The context is that the ark of the Lord went into the hands of the Philistines. കർത്താവിൻ്റെ പെട്ടകം, 10 കൽപ്പനകൾ വെച്ചിരുന്ന പെട്ടകം, അത് ശത്രുക്കളുടെ കയ്യിൽ, ഫിലിപ്പിയരുടെ കയ്യിൽ ആയി. And because Israel was not walking with God, they thought if we have the ark, then we are okay. But even with the ark, Israel lost because they were not walking with God. അവരോർത്തു, നമ്മളിങ്ങനെ ഫിലിസ്തീനെ നമ്മളെപ്പോഴും തോൽപ്പിക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള പെട്ടകം നമ്മുടെ ഇടയിൽ ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് അവരോർത്ത് പെട്ടകം കൊണ്ടുവരുവാണെങ്കിൽ ദൈവം നമ്മളെ സംരക്ഷിക്കും. പക്ഷേ പെട്ടകം കൊണ്ടുവന്നിട്ട് അവർ തോറ്റുകൊണ്ടിരുന്നത് കാരണം അവർ ദൈവത്തിനൂടെ നടക്കുന്നില്ലായിരുന്നു. So the ark was sent back to Israel and David
ark was in one of the homes in Israel, and David wanted to bring the ark to the city of David, to Jerusalem. ആർക്ക് ഒരു ഇസ്രായേൽ പൗരൻ്റെ ഒരു വീട്ടിലായിരുന്നു. അവിടെ നിന്ന് യെരുശലേമിലേക്ക് കൊണ്ടുവരുവാൻ ദാവീദ് ആഗ്രഹിച്ചു. അതിന് പദ്ധതി ഇട്ടു. It's very interesting. Read about it. And you know, David was coming, and they were rejoicing with the ark. They were bringing it to Jerusalem. ആ പെട്ടകം ദൈവത്തിൻ്റെ യെരുശലേമിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ദാവീദ് ഉല്ലസിച്ച് ആ പെട്ടകത്തിന് മുമ്പിൽ കടന്ന് നൃത്തം ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നു. And one of David's wives, called Michal, what she had in her heart, it came out of her mouth. But she said, "Oh, look at this fellow. Why is he dancing like this?" Then he told to King David, "What's wrong with you dancing in front of all the women? Oh, how you have made yourself low." ദാവീദിൻ്റെ ഭാര്യയായിരുന്ന മിഖായേൽ ദാവീദിനെ നോക്കി പുച്ഛിച്ചു. ദാവീദിനോട് പറഞ്ഞു, മറ്റ് സ്ത്രീകളുടെ ഒക്കെ മുൻപാകെ ഇങ്ങനെ കിടന്ന് നൃത്തം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നിന്നെ തന്നെ അങ്ങ് ചെറുതാക്കുമല്ലായിരുന്നോ നീ എന്ന് തൻ്റെ ഭർത്താവിനോട് ഭാര്യ പറഞ്ഞു. Then David, a man after God's own heart, said, "God will exalt me. I'm ready to be even more humbled before God." ദാവീദോ തൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഇതിനേക്കാട്ടിലും കൂടുതലായിട്ട് ഞാൻ എന്നെ തന്നെ താഴ്ത്തുവാൻ തയ്യാറാണ്. എന്നെ ഉയർത്തുന്നത് ദൈവമാണ്. ഞാൻ ദൈവത്തിന് മുമ്പാകെ ഉല്ലസിക്കും. And actually the next statement is Michal was barren to the end of her life. പിന്നെ നമ്മൾ അവിടെ കാണുന്ന 6:23 നമ്മൾ കാണുന്നത് തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യം വരെ ആ മിഖായലിന് ഗർഭം ധരിക്കാൻ പറ്റിയില്ല. Okay, so that's just let that just circulate in your mind. Okay, അത് നമ്മുടെ മനസ്സിൽ ഒന്ന് ഓടട്ടെ. So ദൈവത്തെ ആരാധിക്കുന്നവരെ പുച്ഛിച്ചാൽ ദൈവം നമ്മളെ വെറുതെ വിടത്തില്ല എന്നുള്ളത്. So how to praise and worship? എങ്ങനെയാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കേണ്ടത്? Number one, it should be a personal decision. അത് വ്യക്തിപരമായ ഒരു തീരുമാനമായിരിക്കണം. Because we have to think, what has God done for me? Isn't he worthy of my worship and praise? Isn't my body the temple of the Holy Spirit? നമ്മൾ ഒന്ന് ചിന്തിക്കണം, ദൈവം എന്താണ് എനിക്ക് വേണ്ടി തന്നിട്ടുള്ളത്? ആരും നമ്മളെ നിർബന്ധിച്ചുകൊണ്ടല്ല. എൻ്റെ ശരീരം ദൈവത്തിൻ്റെ ഒരു ആത്മാവിൻ്റെ ഒരു ആലയമല്ലേ? എങ്ങനെ ഞാൻ ദൈവത്തെ ആരാധിക്കണം? ഇതൊക്കെ നമ്മൾ ചിന്തിച്ചിട്ട് വ്യക്തിപരമായ ഒരു തെരഞ്ഞെടുപ്പ് മൂലം നമ്മൾ ദൈവത്തെ ആരാധിക്കണം. And when we worship, so come prepared, and we have to be led by the Spirit of God. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ ചെല്ലുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുക്കമുള്ളവരായിട്ട്, വ്യക്തിപരമായിട്ടോ സഭായോഗങ്ങളിലോ ഒന്ന്, പിന്നെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടണം. And so we are not trying to impress anybody, or we are not trying to create. God has to be lifted up. God has to be lifted up. We are nobody. God has to be lifted up. നമ്മൾ ആരാധിക്കുന്നത് മൂലം മറ്റുള്ളവരെ നമ്മൾ അവരുടെ മുൻപാകെ നമ്മൾ ഏതാണ്ട് ചെയ്തു എന്ന് കാണിക്കുവാനൊന്നുമല്ല. പക്ഷേ ദൈവത്തെ എനിക്ക് ഉയർത്തണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെയാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. I want to worship with all my brethren, and I want God to come down and meet with us. എൻ്റെ സഹോദരന്മാരോട് കൂടെ എനിക്ക് ആരാധിക്കണം, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഇറങ്ങി വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു ഹൃദയ വാഞ്ചയോടെ നമ്മൾ കടന്നു വരണം. Because he's done so much for us. All we can do is just give thanks and praise. കാരണം ദൈവം എത്രമാത്രം നമുക്ക് ചെയ്തിരിക്കുന്നു. നമുക്ക് ഒരു കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ, നമ്മൾ പ്രതികരിക്കാൻ, ദൈവത്തിന് നന്ദി കരറ്റാൻ, സ്തുതിക്കാൻ. And then Psalm 71:23 says, "My lips will shout for joy when I sing praises to you." സങ്കീർത്തനം 71:23 പറയുന്നു, ഞാൻ എൻ്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും, ഉച്ചത്തോടെ ആർത്ത് വിളിക്കും. Yeah. Then Anita, Psalm 149:1-3 and 153 and 4. അനിത 149 സങ്കീർത്തനം 1 മുതൽ 3 വരെയും 150 സങ്കീർത്തനം 3-4 ഒന്ന് വായിച്ചാട്ടെ. യഹോവയെ സ്തുതിപ്പിൻ, യഹോവയ്ക്ക് പുതിയൊരു പാട്ടും ഭക്തന്മാരുടെ സഭയിൽ അവൻ്റെ സ്തുതിയും പാടുവിൻ. ഇസ്രായേൽ തന്നെ ഉണ്ടാക്കിയവനിൽ സന്തോഷിക്കട്ടെ. സിയോന്റെ മക്കൾ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കട്ടെ. അവർ നൃത്തം ചെയ്തുകൊണ്ട് അവൻ്റെ നാമത്തെ സ്തുതിക്കട്ടെ. തപ്പിനോടും കിന്നരത്തോടും കൂടെ അവന് കീർത്തനം ചെയ്യട്ടെ. Yeah, so sing a new song to the Lord. യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവിൻ. So
what is this new song? Just take some 2 or 3 verses and make a song. Just make a song. Go ഒരു make a പുതിയ song. പാട്ട് എങ്ങനെയാണ് ഞാൻ പുതിയ പാട്ട് പാടുന്നത്? നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ കുറെ വാക്യങ്ങൾ എടുത്ത് നിങ്ങൾ പുതിയ പാട്ടുണ്ടാക്കി പാടുക. Don't have to sing it in your room when you're sitting in the church. Just take, let's have a look. Oh, I bless you, Lord, my rock. You are the one who trains my hands for war. I bless you, Lord. I just made a song. ഞാനങ്ങ് ആരാധിക്കുന്നത് കർത്താവേ, നീയാണ് എൻ്റെ കൈകളെ ബലപ്പെടുത്തുന്ന യുദ്ധത്തിന് വേണ്ടി. നമ്മൾ ഏതെങ്കിലും ഒരു ട്യൂൺ ഉണ്ടാക്കി നമ്മളങ്ങ് പാടുക. Just sing, just pray. Do not have to come to the stage and sing. Just sing on your chair. Just sing a new song to the Lord. നിങ്ങൾ എവിടെ ആണെങ്കിലും നിങ്ങൾ ദൈവത്തിന് വേണ്ടി പുതിയ പാട്ടുകൾ പാടാൻ സാധിക്കും. നമ്മൾ വേറെ ഒരാളുണ്ടാക്കിയ ട്യൂൺ കൊണ്ട് മാത്രം പാടണമെന്നൊന്നും എങ്ങും എഴുതിയിട്ടില്ല. If you are ready, just dance before the Lord. It's okay. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ മുറിയിലായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കും. ദൈവത്തിന് മകൻ നൃത്തം ചെയ്യുക, നിങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ. You shouldn't be in the flesh, but it is because you are happy and you're so happy because God has made you happy. നിങ്ങൾ ജഡത്തിൽ ചെയ്യണമെന്നല്ല, അക്രൈസ്തവർ ചെയ്യുന്ന പോലെ നൃത്തം ചെയ്യണമെന്നല്ല, പക്ഷെ ദൈവത്തിൽ സന്തോഷിക്കുന്നുണ്ട്. ദൈവത്തിന് മുമ്പാകെ നമുക്ക് നൃത്തം ചെയ്യാൻ ഒരു മടിയും കാണരുത്. The praise with musical instruments is very important. വാദ്യോപകരണങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. So when we read Psalms, we read timbrel, Psalm 1, and we think, oh, what is this timbrel? നമ്മൾ ഇതിൻ്റെ നോക്കുന്നുണ്ട്, തപ്പും വേറെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നു. Timbrel is actually the top one. What's the top one? Top one is a tambourine. നമ്മളിത് പല സഭകളിൽ ഉപയോഗിക്കുന്ന അതിനെന്താ പറയുന്നത്, ടാമ്പറിൻ, ഈ ഹിഞ്ചറ. Okay. Yeah, so it's a tambourine. It's a then lyre, lyre. അതായിരിക്കും ജിഞ്ചർ, എനിക്കറിയില്ല. മൂന്നാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. കാഹളനാദത്തോടെ അവനെ സ്തുതിപ്പിൻ, വീണയോടും കിന്നരത്തോടും. It's basically a stringed instrument. അല്ല, കിന്നരം എന്ന് വെച്ചാൽ നമ്മൾ ഗിറ്റാറിനോട് So I would put that as the guitar, similar to a guitar or a violin. അല്ലെങ്കിൽ വയലിൻ. ഹാർപ്പ് എന്ന് പറയുന്നത് ഇന്നുണ്ട്, ഇപ്പോഴും ഉണ്ട് കാര്യമാണ്. Okay, then there is a cymbals. ഇത് ബാൻഡിൽ നമ്മൾ കാണാമല്ലോ, ഇങ്ങനെ അടിക്കുന്ന മഞ്ഞ ഇതുള്ള കൈത്താളം. Okay, then pipe. Okay, so instruments have a great place to play in service to the Lord. ദൈവത്തെ സ്തുതിപ്പാൻ വേണ്ടി സംഗീതോപകരണങ്ങളിൽ വലിയൊരു ഭാഗമുണ്ട്. So children those of you who are learning instruments, learn it. You can be used by the Lord. സംഗീതോപകരണങ്ങൾ പഠിക്കുന്നവർ അത് ശരിക്ക് പഠിച്ചാട്ടെ, കാരണം ദൈവം നിങ്ങളെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റും അത് വായിച്ചുകൊണ്ട്. And those who haven't, you just ask the Lord, I like to learn an instrument, and go and learn a good instrument and use it to praise the Lord. ഇന്നുവരെ പഠിക്കാത്തവരും അവരും ഞാൻ പ്രോത്സാഹിപ്പിക്കട്ടെ, നിങ്ങളും ചെന്ന് പുതിയ സംഗീതോപകരണങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക, കാരണം അത് ദൈവത്തെ സ്തുതിപ്പാനായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ്. So great things. We have got lot to give thanks. We have got lot of reasons to praise the Lord. ദൈവത്തെ സ്തുതിപ്പാൻ അധികമായിട്ട് കാരണങ്ങളുണ്ട്. It's a command to praise the Lord. ദൈവത്തെ സ്തുതിക്കുന്ന ഒരു കൽപ്പനയാണ്. And you can see how we are blessed. God comes down and the enemy runs away. നമ്മളെങ്ങനെ അനുഗ്രഹിക്കപ്പെടുന്നു നമ്മൾ വചനത്തിൽ കണ്ടു. കർത്താവ് അവിടെ ഇറങ്ങി വരുന്നു, ശത്രു ഓടുന്നു. We are called to praise God with a loud voice. Raise your hands. You can sing a new song. You can dance before the Lord. അത്യുച്ചനാദത്തോടും കൈകളെ ഉയർത്തിയും നമ്മൾ ദൈവത്തിന് മുമ്പാകെ നൃത്തം ചെയ്തും ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം നമ്മളെ ആഹ്വാനിക്കുന്നു. And God is the one who will lead us and help us. ദൈവമാണ് നമ്മളെ നടത്തുകയും നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നത്. With that I'll stop. അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു. Thank you. വിനോദ്, want me to pray? Okay. So why don't you translate to English? നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, അങ്ങേ സ്തുതിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. Lord, teach us how to praise you, Lord. കർത്താവ്, അങ്ങയുടെ വചനത്തിൽ വളരെ വ്യക്തമാണല്ലോ അങ്ങ് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കണമെന്നാണെന്ന്. Lord, I thank you that
from your word, it is very clear that we are called to praise you. കർത്താവെ, പലപ്പോഴും ഞങ്ങൾ മറ്റുള്ളവരെ നോക്കി ഞങ്ങൾ കൈകൊട്ടാനോ കൈ ഉയർത്താൻ വരെ ഞങ്ങൾ മടിക്കുന്നവരാണ്. Lord, many times we are hesitant even to raise our hands. നൃത്തം ചെയ്യാൻ ഞങ്ങൾ പലരും ഒരിക്കൽ പോലും ചെയ്തിട്ടില്ല. Lord, many of us have not even danced before you. കർത്താവെ, ഞങ്ങളെ വിടുവിക്കണമേ, ഞങ്ങളുടെ രീതികളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. Lord, deliver us from all our ways. അങ്ങയുടെ വചനപ്രകാരം ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യുവാൻ അങ്ങ് ഞങ്ങൾക്ക് താഴ്മ തരണമേ. Lord, give us humility to act according to your word. കർത്താവെ, ഞങ്ങൾ നന്ദി കരയറ്റുന്നു അങ്ങ് ഞങ്ങളോട് വ്യക്തിപരമായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. Lord, we give you thanks and praise for teaching us about all these matters. നിന്റെ ദാസന് വേണ്ടി നന്ദി. Lord, we thank you for your servant. ഇനിയും കൂടുതലായിട്ട് സുജിത്തിനെടുത്ത് ഉപയോഗിക്കണമേ. Lord, I pray that you use Sujit even more. കർത്താവെ, ഇന്നു മുതൽ ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും സഭയിൽ ഞങ്ങൾ കൂടി വരുമ്പോഴും ആരാധിപ്പാൻ ഒരുക്കമുള്ള ഹൃദയത്തോടെ, സ്തുതിപ്പാൻ ഒരുക്കമുള്ള ഹൃദയത്തോടെ കടന്നു വരുവാൻ ഞങ്ങളെ സഹായിക്കണം. Lord, when we come again, help us to come prepared to give you praise and worship, Lord. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. In Jesus' name. ആമേൻ. Amen.